നമസ്കാരം. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഓന്തോടിയാൽ വേലിപ്പൊത്ത് വരെ എന്നും നമ്മുടെ പഴയ ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. രാമസിംഹനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ പഴയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഴയ ആളുകൾ പറഞ്ഞ ഈ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. രാമസിംഹൻ ഒരു സിനിമ എടുത്തത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അതായത് പുഴ മുതൽ പുഴ വരെ എന്നാണ് ആ സിനിമയുടെ പേര്. അതായത് സംഘപരിവാരങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ രാമസിംഹൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അന്ന് തന്നെ മനസ്സിൽ ഓർമ്മ വന്നതാണ് ഈ ഓന്തിന്റെ കാര്യം. എന്തായാലും രാമസിംഹൻ ഇപ്പോൾ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് BJP-യിൽ ചേർന്നതോടുകൂടെ അന്നം മുട്ടി, ഒരു പരിപാടിയുമില്ല. ഒരു സ്റ്റുഡിയോയും കുറച്ച് ഉപകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തുരുമ്പെടുത്തു. പാർട്ടിയിൽ ചേരാൻ ചെന്ന സമയത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. എളവള്ളിയിൽ മത്സരിച്ച സമയത്ത് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ ഫണ്ട് പിരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഫണ്ടൊന്നും ചെലവഴിച്ചില്ല. അതൊക്കെ ചിലർ മുക്കി, പിന്നെ നക്കി. BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ സമയത്തൊക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി 2000 രൂപ നിരക്കിൽ വാഹനം വിളിക്കും. 2500 രൂപയാണ് വാഹനത്തിനൊരു ദിവസത്തെ റെന്റ് എന്ന് പറഞ്ഞ് അത് എഴുതിയെടുക്കും. അങ്ങനെ 500 രൂപ കമ്മീഷൻ അടിക്കുന്ന BJP നേതാക്കന്മാരെ എനിക്കറിയാമെന്നാണ് രാമസിംഹൻ പറയുന്നത്. അതുപോലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ 60 രൂപയുടെ ഭക്ഷണത്തിന് 140ഉം 150ഉം ഒക്കെ എഴുതിയെടുക്കും അത്രേ. ഇങ്ങനെ പണം പിരിക്കുന്നതിന് വേണ്ടിയും കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് കേരളത്തിലെ BJP-യുടെ ആളുകൾ അത്തരത്തിൽ ചില ഉദ്ദേശങ്ങൾ വെച്ചാണ് BJP-യിൽ ചേരുന്നത്, നേതാക്കന്മാരാകുന്നത് എന്നൊക്കെയാണ് രാമസിംഹൻ ഇപ്പോൾ പറയുന്നത്. ദേവന് കാര്യം പിടികിട്ടി, ദേവൻ തിരിച്ചു പോന്നു. സുരേഷ് ഗോപിയുടെ അവസ്ഥയും വളരെ മോശമാണ് എന്നും രാമസിംഹൻ പറയുന്നുണ്ട്. നേരത്തെ സിനിമകൾ ഉണ്ടായിരുന്നു, ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നു. BJP-യിൽ ചേർന്നതോടുകൂടെ എല്ലാവരും വെറുത്തു, ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല. ഇതാണത്രേ BJP-യിൽ പോയപ്പോൾ രാമസിംഹന് കിട്ടിയത്. എന്തായാലും കിടന്ന് കെട്ടിമറിയുന്നത് കണ്ടപ്പോൾ, വല്ലാതെ സംഘികളെ സുഖിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാമസിംഹൻ അധികമൊന്നും പോകാനുള്ള സാധ്യതയില്ല. ഇക്കരെ നിന്നപ്പോൾ അക്കരെയാണ് പച്ച എന്ന് തോന്നി. അങ്ങനെ തോന്നിയതിന്റെ ഭാഗമായ ഒരു ചാട്ടം ചാടിയതാണ്. ചാട്ടം പിഴച്ചു എന്ന് രാമസിംഹൻ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ BJP-യുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഇന്നലെ തൃശ്ശൂരിൽ ഒരു റിട്ടയർഡ് IPS ഉന്നതന്റെ മകനെ MDMA കേസിൽ പിടിച്ചു. ഈ IPS ഉന്നതനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, SP ആയിരുന്നു, ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് DYSP ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. എന്തായാലും ഈ IPS ഉന്നതന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ആരും ചർച്ച ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ IPS ഉന്നതൻ BJP-യുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവാണ്. സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം BJP-യിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയപ്പോൾ വേദി പങ്കിട്ടു. BJP-യുമായി അടുത്ത ബന്ധമുണ്ട്, ഉന്നത BJP-കാരനാണ്. ഇപ്പോൾ മറ്റൊരു സ്കൂളുമായി ബന്ധപ്പെട്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് അവിടെയും അദ്ദേഹത്തിന് ചില ചുമതലകളുണ്ട്. ആ ചുമതലകളിൽ സജീവമായതിന്റെ പേരിലായിരിക്കാം രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ അത്ര സജീവമായി കാണുന്നില്ല. എന്തായാലും കറകളഞ്ഞ BJP-കാരനാണ്. അക്കാര്യം ഇവിടെ പലരും സൗകര്യപൂർവ്വം മറച്ചുവെച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഉണ്ണിരാജ എന്ന് പറയുന്ന IPS ഓഫീസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ കൊടുത്തു. അഭിജിത്ത് എന്നാണ് ഈ മകന്റെ പേര്. നേരത്തെ പോലീസ് പലപ്പോഴും പിടിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനല്ലേ എന്ന ഒരു പരിഗണന കൊടുത്ത് വിട്ടയച്ചിട്ടുണ്ട് അത്രേ ഈ കക്ഷിയെ. എന്തായാലും മിനിഞ്ഞാന്ന് നമ്മുടെ എക്സൈസ് ആണ് ഈ കക്ഷിയെ പിടികൂടിയത്. 5 ഗ്രാം MDMA ബൈക്കിലെത്തി മറ്റൊരാൾക്ക് കൈമാറുമ്പോഴാണ് ഇവിടെ എക്സൈസ് സംഘം പിടികൂടിയത്. കൂടെ സഹായി റോജറും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ BJP-ക്കാർ എന്തിനാണ് BJP-യിലേക്ക് പോകുന്നത്, എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യം? ഇത്തരത്തിലുള്ള കമ്മീഷൻ മാത്രമല്ല, മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് അതിലും ചിലരൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഗുജറാത്തിലാണ് ഈ കഴിഞ്ഞ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടന്നത്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അദാനിയുടെ ചില പോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ സാധാരണ നടക്കാറുള്ളത് അത്രേ. എന്തായാലും അതൊക്കെ പലരും മറച്ചു വെക്കാറാണ് പതിവ്. എന്നാലും ഇപ്പോൾ രാമസിംഹൻ കൃത്യമായി അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ്. ദേവനും പറഞ്ഞു ഈ പാർട്ടി ഹിന്ദുക്കൾക്ക് പോലും ഭീഷണിയാണെന്ന്. PC ജോർജ് നിവൃത്തിയില്ലാതെ PC ജോർജിനും ചിലതൊക്കെ പറയേണ്ടി വന്നു. 4,45,00,000 പൂഞ്ഞാർ മണ്ഡലത്തിൽ
ചെലവഴിക്കുന്നതിന് വേണ്ടി ഫണ്ട് എത്തി, ആ ഫണ്ട് ചിലരൊക്കെ ചേർന്ന് അടിച്ചു മാറ്റി എന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ എന്തിനാണ് ആളുകൾ BJP-യിലേക്ക് തള്ളിക്കയറുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം പുറത്തു വന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല.